നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടകരയിൽ KSRTC ബസ്സുകൾ ഇടിച്ചപകടം, 14 പേർക്ക് പരിക്കേറ്റു. കൊടകര പേരാമ്പ്രയിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. മാള പള്ളിപ്പുറത്ത് വാഹനാപകടം, നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. മാള പള്ളിപ്പുറം ചെന്തുരുത്തിയിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കൊരട്ടി ചെറ്റാരിക്കലിൽ മാരക മയക്കുമരുന്നായ മെത്താംഫിമിനുമായി യുവാവ് അറസ്റ്റ്. ചെറ്റാരിക്കൽ സ്വദേശി മാങ്ങാട്ടുകര വീട്ടിൽ വിവേകിനെയാണ് ചാലക്കുടി എക്സൈസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ദേശീയപാത കൊടകരയിൽ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് KSRTC ഓർഡിനറി ബസ്സിന് പിറകിലിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത പേരാമ്പ്രയിൽ അപ്പോളോ ടയേഴ്സിന്റെ മുൻപിൽ തിങ്കളാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്നു 2 ബസ്സുകളും. പരിക്കേറ്റവർ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മാളപ്പള്ളിപ്പുറത്ത് വാഹനാപകടം, നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. മാളപ്പള്ളിപ്പുറം ചെന്തുരുത്തിയിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ പോസ്റ്റിൽ ഇടിച്ചതിനെ തുടർന്ന് പോസ്റ്റ് ഇടിഞ്ഞ് കാറിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു. കൊരട്ടി ചെറ്റാരിക്കലിൽ മാരക മയക്കുമരുന്നായ മെത്താംഫിമിനുമായി യുവാവ് അറസ്റ്റ്. ചെറ്റാരിക്കൽ സ്വദേശി മാങ്ങാട്ടുകര വീട്ടിൽ വിവേക് എന്ന ഡൂളി വിവേകിനെയാണ് ചാലക്കുടി എക്സൈസ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കൊരട്ടി, ചിറങ്ങര, ചെറ്റാരിക്കൽ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നിരുന്ന വിവേക് നിലവിൽ കറുകുറ്റിയിലെ ഒരു സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിൽ ജോലി ചെയ്തു വരുന്നതായും അവിടെ വരുന്ന രോഗികൾക്ക് സ്ഥാപനാധികാരികൾ അറിയാതെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരുന്നതുമായ വിവരം അറിഞ്ഞ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത്. അങ്കമാലി കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് ലോബിയിലെ കണ്ണിയാണ് ഇയാൾ. കഴിഞ്ഞ ദിവസം അങ്കമാലി, ആലുവ കേന്ദ്രീകരിച്ച് വിവിധ രാസലഹരി കേസുകൾ കണ്ടെടുത്തിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണവും വിവേകിനെ പിടികൂടുന്നതിന് സഹായിച്ചു. പോയിന്റ് എന്ന കോഡ് ഉപയോഗിച്ചാണ് ഇയാൾ രാസലഹരി വിറ്റിരുന്നത്. 1/2 ഗ്രാമിന് 3000 രൂപ നിരക്കിലാണ് ചില്ലറ കച്ചവടം നടത്തി വന്നിരുന്നത്. മുൻപും രാസലഹരി അടിപിടി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷഫീഖ് TA, സിഇഒമാരായ പ്രണേഷ് PP, അജിത് PA, അനീഷ് ചന്ദ്രൻ, മുഹമ്മദ് ഷാൻ, കാവ്യ KS എന്നിവരും ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊരട്ടി. മാള വലിയപറമ്പ് കോൺഗ്രസ് ഐ കമ്മിറ്റി 11ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്നലകളിൽ അഹോരാത്രം പ്രവർത്തിച്ച സീനിയർ നേതാക്കന്മാരെ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങൾ മുഴുവൻ, ജീവിതകാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാരെ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ തലമുറയിലെ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും കൂടി ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് ഈ കുടുംബസംഗമം KPCC വിഭാവനം ചെയ്തിട്ടുള്ളത്. മഹാത്മാഗാന്ധി AICCയുടെ അധ്യക്ഷനായതിൻ്റെ 100ാമത് വാർഷികം എന്ന് പറയുമ്പോൾ 1926 ഡിസംബർ മാസത്തിൽ കർണാടകയിലെ ബലഗാവിൽ വെച്ച് മഹാത്മാഗാന്ധി AICCയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ഒരു ചരിത്രപരമായ ഒരു നിമിഷത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പരിപാടി കൂടിയാണ്. രാജ്യത്തെമ്പാടും ഇത് വിവിധങ്ങളായ പരിപാടികളിലൂടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. കേരളത്തിൽ KPCC തീരുമാനിച്ചത് വാർഡ് തലങ്ങളിലുള്ള കുടുംബസംഗമങ്ങളായി സംഘടിപ്പിക്കപ്പെടുന്നു. സ്റ്റീഫൻ എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ആന്റണി മാളിയക്കൽ, മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് അത്തപ്പള്ളി, PD ജോസ്, ജോഷി കാഞ്ഞിത്തറ, നിർമ്മൽ C പാത്താടൻ, സോയി കോലഞ്ചേരി, ഔസപ്പച്ചൻ ജോസ്, സുഭാഷിതൻ, അമ്പിളി സജീവ്, ജിയോ കുടിയൻ, ഫ്രാൻസിസ് മുട്ടൻ തൊട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വാർഡിലെ സീനിയർ പ്രവർത്തകരെയും മാള ബ്ലോക്കിലെ ഏറ്റവും നല്ല ക്ഷീര കർഷകനായി തിരഞ്ഞെടുത്ത കരുണാകരൻ കൂട്ടുങ്ങൽ എന്നിവരെ അനുമോദിച്ചു. മതിലകം പഞ്ചായത്ത് ഓണച്ചമ്മാവിലെ റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി. കുളമായി കിടക്കുന്ന റോഡിൽ ഇറങ്ങി കുളിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ സമരത്തിന് AK മോഹൻദാസ്, PA കുട്ടപ്പൻ, ഗഫൂർ, TK വിജയൻ, പുഷ്പാവതി എരുമത്തുരുത്തി, സുലത രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് ഭരണാധികാരികളുമൊക്കെ ഈ കാര്യത്തിൽ നല്ല തീരുമാനമെടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രാമസഭ ചേർന്നപ്പോൾ അവിടെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടായി. അപ്പോൾ അന്നവർ ഉറപ്പ് കൊടുത്താണ് എത്രയും പെട്ടെന്ന് ഈ റോഡ് ടാർ ചെയ്ത് വാഹനങ്ങൾക്ക് പോകാനും
ജനങ്ങൾക്ക് നടന്നു പോകാനുമുള്ള സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ളത് സുഗമമായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടുത്തെ ജനങ്ങളുടെ നികുതിപ്പണം മുഴുവനും ഇവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. പറവൂർ നഗരസഭയിലെ കെടുകാര്യസ്ഥതയിലും ദുർഭരണത്തിലും അഴിമതിയിലും പ്രതിഷേധിച്ച് CPM ടൗൺ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM ജില്ലാ സെക്രട്ടറി S. സതീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. ഈ നാടിന് ഗുണം ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഈ കാലയളവ് കൊണ്ട് ഇവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വട്ടപൂജ്യമാണ് എന്നുള്ളത് കാണാൻ കഴിഞ്ഞു. ഈ കാലയളവ് കൊണ്ട് ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ അഴിമതിയുടെ കൂത്തരങ്ങായി ഇതിനെ മാറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 5 വർഷക്കാലത്തിനകത്ത് പൂർത്തീകരിക്കാൻ പോകുന്ന UDFന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലും അവരുടെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിട്ടുള്ളത് അഴിമതിയാണ് എന്നുള്ളത് കാണാൻ കഴിയും. KA വിദ്യാനന്ദൻ അധ്യക്ഷനായി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിധിൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ ഷൈൻ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TR ബോസ്, PS ഷൈല, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ CP ജയൻ, AP ഏഞ്ചൽ എന്നിവർ സംസാരിച്ചു. ഭിന്നിപ്പിന്റെയും വിഭാഗീയതയുടെയും ലോകം വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരായ ചെറുത്തുനിൽപ്പാണ് എഴുത്തുകാർ നടത്തുന്നതെന്ന് നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ. പട്ടാളക്കാരുടെ ജീവിതത്തിന്റെ പാരുഷ്യങ്ങളെ മാത്രമല്ല, ഇന്ത്യ എന്ന മഹാരാജ്യം എങ്ങനെയാണ് യുദ്ധങ്ങളെ മനുഷ്യവിരുദ്ധമായും സാംസ്കാരികമായും ഉപയോഗപ്പെടുത്തുന്ന ചിത്രങ്ങൾ ചിതറിക്കിടക്കുന്ന രചനകളാണ് TK ഗംഗാധരന്റെ രചനകളിലെന്ന് TD രാമകൃഷ്ണൻ പറഞ്ഞു. ഭാഷയെയും എഴുത്തിനെയും എത്ര കണ്ട് സ്നേഹിക്കുന്നു, എത്ര കണ്ട് ആദരിക്കുന്നു എന്നതിൻ്റെയൊക്കെ ഒരു തെളിവ് കൂടിയാണ് ജനകീയ സാംസ്കാരിക സന്ധ്യയുടെ ഈ പ്രോഗ്രാം എന്ന് തോന്നുന്നു. ഏറെ അഭിമാനത്തോടെ TK സ്നേഹാദരമെന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് വളരെ സമയം ചിട്ടയോടുകൂടി നടത്തുന്ന പ്രോഗ്രാമാണ്. അപ്പം അത് ഞാനാണെങ്കിൽ അത്ര വലിയൊരു പ്രസംഗിക്കുന്ന ആളുമല്ല. ഞാൻ സമാധാനിച്ചു. ഒക്കെ 10 മിനിറ്റാണ് പറയണത്. എനിക്കും അത്രയൊക്കെ തന്നെ കിട്ടുകയായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. പക്ഷേ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഞാൻ 30 മിനിറ്റ് സംസാരിക്കുമെന്ന് പറഞ്ഞേക്കാണ്. എന്താണ് എനിക്ക് അത്ര നേരം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ TK ഗംഗാധരന് നൽകിയ സാംസ്കാരിക കേന്ദ്രം അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജേഷ് നാരായണൻ അധ്യക്ഷനായി. ബക്രമേത്തല പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. KR സുനിൽ, യാക്കോബ് തോമസ്, G ഉഷാകുമാരി, PS റഫീഖ്, സലീഷ്, പത്മിനി സുബ്രഹ്മണ്യൻ, ബിജോയ് അരവിന്ദൻ, രാമൻ ബിനീഷ്, നിതിൻ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകരയിൽ KSRTC ബസ്സുകൾ ഇടിച്ചപകടം. 14 പേർക്ക് പരിക്കേറ്റു. കൊടകര പേരാമ്പ്രയിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. മാള പള്ളിപ്പുറത്ത് വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. മാള പള്ളിപ്പുറം ചെന്തുരുത്തിയിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കൊരട്ടി ചെറ്റാരിക്കലിൽ മാരക മയക്കുമരുന്നായ മെത്താംഫിമിനുമായി യുവാവ് അറസ്റ്റ്. ചെറ്റാരിക്കൽ സ്വദേശി മാങ്ങാട്ടുകര വീട്ടിൽ വിവേകിനെയാണ് ചാലക്കുടി എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.